വിജയവും ഈ രാജ്യം മുഴുവനുള്ള ജനങ്ങൾക്ക്, ദേശസ്നേഹികൾക്ക്, BJPയെയും മോദിയെയും ഇഷ്ടപ്പെടുന്നവർക്കെല്ലാം ഒരു വലിയ പ്രതീക്ഷ നൽകുന്നതാണ്. കേരളം ഒരു ടഫ് സ്റ്റേറ്റ് ആണ്, എല്ലാവർക്കും അറിയാം. LDFന്റെയും UDFന്റെയും ശക്തമായിട്ടുള്ള സാന്നിധ്യമുള്ള. സുരേന്ദ്രൻ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞു കേട്ടോ, കേരളം ഒരു ടഫ് സ്റ്റേറ്റ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ BJPക്കാർക്ക് പെട്ടെന്നൊന്നും പിടുത്തം കിട്ടാൻ സാധ്യതയില്ലാത്ത ഒരു സ്റ്റേറ്റ് ആണ് കേരളം എന്ന് സുരേന്ദ്രൻ തുറന്നു പറഞ്ഞു കഴിഞ്ഞു. വേറെ രക്ഷയില്ല. ഇനിയിപ്പോൾ എത്ര തന്നെ സംഖ്യകൾ കുറച്ചു വന്നു കഴിഞ്ഞാലും കേരളം നമുക്ക് പെട്ടെന്നൊന്നും കിട്ടൂലോ എന്ന് സുരേന്ദ്രൻ പറഞ്ഞു. എൻ്റെ ചോദ്യം ഇതാണ്, എന്തുകൊണ്ടാണ് കേരളം പെട്ടെന്നൊന്നും തങ്ങൾക്ക് കിട്ടില്ല എന്ന് സുരേന്ദ്രന് തോന്നാനുള്ളൊരു കാരണം? ഇതിലേറ്റവും പ്രധാനമായിട്ട് നമ്മൾ കാണേണ്ടത് ഒന്ന് നമ്മുടെ റിലീജിയസ് ഡെമോഗ്രാഫിക്സ് ആണ്. ഒരു റിലീജിയസ് ഡെമോഗ്രാഫിക്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു 40-45ഓളം നമ്മുടെ കേരളത്തിലെ ജനത എന്ന് പറയുന്നത് ഒരു ന്യൂനപക്ഷം ജനതയാണ്. ഇന്ത്യ മൊത്തം ന്യൂനപക്ഷം എന്ന് പറയുന്ന മുസ്ലിംസും ക്രിസ്ത്യൻസും ഒക്കെയാണ് ഒരു 40% ഇതിൽപ്പെടുന്നത്. ബാക്കിയാണ് ഇവിടുത്തെ ഹിന്ദുക്കളുള്ളത്. ആ ബാക്കി വരുന്ന ഹിന്ദുക്കൾ തന്നെ പരിപൂർണമായിട്ടും ഒരു ഹിന്ദു മത വിശ്വാസവുമായിട്ട് മുന്നോട്ട് പോകുന്ന ആളുകളൊന്നല്ല. അതുകൊണ്ട് തന്നെ ഇവർക്കിടയിൽ ഒരു പോളറൈസേഷൻ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ കൃത്യമായിട്ട് ഒരു വിജയം BJPക്ക് കിട്ടില്ല എന്ന് സുരേന്ദ്രൻ അടക്കമുള്ള ആളുകൾക്ക് കൃത്യമായിട്ട് അറിയാം. നോക്കൂ, ആ ബാക്കി വരുന്ന ഒരു 60% ഹിന്ദു വോട്ട് തന്നെ കുറേ വോട്ട് നമ്മുടെ LDFന്റെ കയ്യിലാണ്, കുറേ വോട്ട് നമ്മുടെ UDFന്റെ കയ്യിലാണ്. ഇതിനിടയിൽ നിന്ന് വേണം ഇവർ രണ്ടുപേരും മെനക്കെട്ടുണ്ടാക്കിയിട്ട് ഒരു ഹിന്ദുത്വ സാധനം ഉണ്ടാക്കി വെച്ചിട്ട് ഈ വോട്ടുകളൊക്കെ ഇവർക്ക് ഇങ്ങനെ ചോർത്തിയെടുക്കാൻ. അതൊരല്പം പ്രയാസമായതുകൊണ്ട് തന്നെ കേരളം BJPക്കാർക്ക് ഒരു ടഫ് സ്റ്റേറ്റ് ആയിട്ട് മാറി കഴിഞ്ഞിട്ടില്ല കേട്ടോ. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാരണം കൂടിയുണ്ട്. രാഷ്ട്രീയ പ്രവർത്തകർക്ക് മാത്രമായിരിക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമുണ്ടാവുക, എല്ലാവർക്കും വലിയ ഇഷ്ടമുണ്ടാവാൻ സാധ്യതയൊന്നുമില്ല. എങ്കിലും എൻ്റെ ഒരു താല്പര്യപ്പുറത്ത് ഇങ്ങനെ പറഞ്ഞു എന്ന് മാത്രം. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് എനിക്ക് തോന്നിയത് നമ്മുടെ ഒരു സ്ട്രോങ് ബൈപോളർ പൊളിറ്റിക്കൽ ട്രഡീഷൻ നമ്മുടെ കേരളത്തിലുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളം തുടങ്ങുന്നത് തന്നെ ഒരു ഇടതുപക്ഷ ഗവൺമെൻറ്റോട് കൂടിയിട്ടാണ്, ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റോട് കൂടിയിട്ടാണ്, ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണത്തോട് കൂടിയിട്ടാണ് കേരളം സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. പിന്നീട് അതിനോടൊപ്പം തന്നെ കോൺഗ്രസ് വരുന്നു, കോൺഗ്രസ് കൂടി ഒന്ന് ചേർന്ന് പിന്നീട് ഒരു 5 വർഷം കോൺഗ്രസ് ആണെങ്കിൽ ഒരു 5 വർഷം കമ്മ്യൂണിസ്റ്റ്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി മാറിയുള്ളൊരു ഭരണമായിരുന്നു കാഴ്ചവെച്ചിരുന്നത്. മൂന്നാമതൊരു ശക്തി എന്ന പറയാൻ കഴിയാവുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ പറയാൻ കഴിയുന്ന BJPയെ അടുപ്പിച്ചിട്ടില്ല ഒരു ഭാഗത്തു എന്നുള്ളതാണ്. എന്നാൽ ഒരു അപകടം എന്ന നിലയ്ക്ക് പറയാൻ കഴിയാവുന്ന പലയിടത്തും ഇവർ പതുക്കെ ചളിയിൽ നിന്നൊക്കെ പൊന്തി വരുന്നുണ്ട്. അത് കോൺഗ്രസിന്റെ ചളിയിൽ നിന്നാണോ പൊന്തി വരുന്നത്, അതോ നമ്മുടെ LDFന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചളിയിൽ നിന്നാണോ ആ ഒരു താമര പൊന്തി വരുന്നതെന്ന് മാത്രം അന്വേഷിച്ചാൽ മതി. എന്തായാലും സ്ട്രോങ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ട്രഡീഷൻ നമുക്കുന്നുണ്ട്. അത് ഒന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടേതാണ്, ഒന്ന് ഈ കോൺഗ്രസ് പാർട്ടിയുടേതാണ്. എന്തായാലും ഈ രണ്ടുപേരും അങ്ങ് നിൽക്കുന്ന സമയത്ത് തന്നെ ഒരു മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം പറയുന്നത് കൾച്ചറൽ ആൻഡ് സോഷ്യോ എത്തോസ് ആണ്. അതായത് സാഹിത്യത്തിന്റെ കാര്യം എടുക്കുകയാണെങ്കിലും നമ്മുടെ പൊളിറ്റിക്കൽ കോൺഷ്യസ്നെസ്സിന്റെ കാര്യം എടുക്കുകയാണെങ്കിലും കേരളത്തിൽ ഹൈ ലിറ്റററി റേറ്റ് ആണുള്ളത്. നല്ല വിദ്യാഭ്യാസമുണ്ട്. വിദ്യാഭ്യാസം മാത്രം ഉണ്ടായിക്കഴിഞ്ഞാൽ രാഷ്ട്രീയ ബോധം ഉണ്ടാവണമെന്നില്ല. പറയുന്നത് വിദ്യാഭ്യാസത്തിനൊപ്പം തന്നെ രാഷ്ട്രീയ അവബോധം കൂടി മലയാളികൾക്ക് ഉണ്ട് എന്നുള്ളതാണ്. ആരെ തിരഞ്ഞെടുക്കണം, എന്തിന് തിരഞ്ഞെടുക്കണം എന്ന് പറയുന്നൊരു ചിന്താശേഷിയുണ്ട്. ഏതെങ്കിലും ദൈവത്തെ മുൻനിർത്തിയിട്ട് ആ ദൈവത്തിൻ്റെ പേരിൽ ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ല. അയ്യപ്പൻ്റെ പേരിൽ വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ല. അങ്ങനെയൊന്നും കൊടുക്കുന്ന ആൾക്കാരല്ല കേരളത്തിലുള്ള ആളുകൾ. എന്നതിനാൽ തന്നെ ഈ ഉത്തരേന്ത്യയിലത്തെ ഒരു രാഷ്ട്രീയം ഉണ്ടല്ലോ, ദൈവത്തെ മുന്നോട്ട് വെച്ചിട്ടുള്ള, രാമനെ മുന്നോട്ട് വെച്ചിട്ടുള്ള, സീതയെ മുന്നോട്ട് വെച്ചിട്ടുള്ള രാഷ്ട്രീയം, അത് കേരളത്തിൽ നടക്കില്ല. കാരണം അത്യാവശ്യം വിവരം ഉണ്ട്. പച്ചമലത്ത് കഴിഞ്ഞാൽ ഒരല്പം സ്വല്പമൊക്കെ വിദ്യാഭ്യാസം കേരളത്തിലെ ജനങ്ങൾക്ക് ഉണ്ട് എന്നതിനാൽ അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നുള്ളതാണ് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം. ഇനി അടുത്ത് പറയാൻ കഴിയുകയാണെങ്കിൽ സോഷ്യൽ റിഫോം ലെഗസികളാണ്. നമ്മുടെ സമൂഹം പെട്ടെന്ന് ഇന്ന് കാണുന്ന ഒരു സമൂഹത്തിലേക്ക് എത്തിയതല്ല. ആ ഒരു ഇന്ന് കാണുന്ന സമൂഹത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേരുടെ കഷ്ടപ്പാടുകളുണ്ട്. ശ്രീനാരായണ ഗുരു എന്ന് പറയുന്ന ഒരുപക്ഷെ കേരളം മുഴുവനും ഗുരുവായിട്ട് കൊണ്ടുനടക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു സെക്യുലറിസ്റ്റ് കാഴ്ചപ്പാടുകളുണ്ട്. പിന്നെ അത് ശ്രീനാരായണ ഗുരുവിനെ പോലെ തന്നെയുള്ള ചട്ടമ്പി സ്വാമികൾ അടക്കമുള്ള ആളുകളൊക്കെ അവരുടെ ഒരു വലിയ സംഭാവന കേരളത്തിലേക്ക് നൽകിയിട്ടുണ്ട്. ആ സംഭാവന എന്ന് പറയുന്നത് കേരളത്തെ വർഗീയ ശക്തികളെ പറഞ്ഞയക്കുന്നതും ഒപ്പം കൂട്ടാൻ കഴിയുന്ന ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും എല്ലാവരെയും ഒരേ മനസ്സോടുകൂടി കാണാൻ കഴിയുന്ന കൺസെപ്റ്റുകളാണ് ഇവരൊക്കെ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ശ്രീനാരായണ ഗുരു അടക്കമുള്ള ആളുകളൊക്കെ മുന്നോട്ട് വെച്ചിട്ടുള്ളതിനാൽ
അത്ര ആ ഒരു ബെൽറ്റിനെ, ആ ഒരു കെട്ടുറപ്പിനെ അങ്ങോട്ട് തകർക്കാൻ അത്ര എളുപ്പമല്ല. നമുക്ക് ഈ അടുത്ത് തന്നെ മലപ്പുറത്ത് മാമാങ്കത്തിൻ്റെ പേരിൽ, മാഘമാസത്തിൻ്റെ പേരിൽ ഒരു കുംഭമേള എന്ന പേരിലൊക്കെ ഒരു ആഘോഷം നടന്നപ്പോൾ അവിടുത്തെ മുസ്ലിങ്ങൾ അത് മുഴുവൻ കുളമാക്കുമെന്നാണ് BJP-കാരൊക്കെ വിചാരിച്ചത്. പക്ഷെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അവിടുത്തെ മുസ്ലിങ്ങൾ കൈ അയക്കും വിധം അവരെ സഹായിക്കാനുള്ള ഒരു രീതിയിലേക്ക് അവർ ചെന്നു എന്നുള്ളതാണ്. അതോടുകൂടിയിട്ട് അവരുടെ മോഹം തകർന്നു പോയി. ഇനി അടുത്ത ഒരു പോയിന്റ് വേണമെങ്കിൽ പറയാൻ കഴിയുന്നത് നമ്മുടെ ഫുഡും ലൈഫ് സ്റ്റൈലൊക്കെയാണ്. ചില സഡൻ BJP ലീഡ് ക്യാമ്പയിൻസിലൊക്കെ വലിയ പ്രശ്നമുള്ളത് ഈ ബീഫ് ഒരു വലിയ ഇഷ്യൂ ആണ്. കേരളത്തിലെ ആളുകൾക്ക് അതൊരു ഇഷ്യൂ അല്ല. കേരളത്തിൽ എവിടെയും നമുക്ക് ബീഫ് കിട്ടും, എവിടെ പോയിട്ട് നമുക്ക് ബീഫ് വാങ്ങിക്കാം, കഴിക്കാം. പക്ഷേ BJP ഉത്തരേന്ത്യയിൽ കൊണ്ടുനടക്കുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് ബീഫിൻ്റെ രാഷ്ട്രീയമാണ്, ഭക്ഷണത്തിൻ്റെ രാഷ്ട്രീയമാണ്. ഇന്ന ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ, ഇന്ന ഭക്ഷണം കഴിക്കാൻ പാടില്ല, ഞങ്ങൾ പറയുന്നത് തിന്നാൻ പാടുള്ളൂ, ഞങ്ങൾ പറയുന്ന വായു മാത്രമേ ശ്വസിക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ഒരു രാഷ്ട്രീയം അവർക്കുണ്ട്. പക്ഷെ കേരളത്തിൽ അങ്ങനെയൊന്നുമില്ല. നമുക്ക് സ്വതന്ത്രമാണ്. ഏത് ഹോട്ടലും പോയിട്ട് നമുക്ക് ബീഫ് എന്ന് ചോദിക്കുന്നതിൽ ഒരു കുഴപ്പമില്ല എന്നുള്ളതാണ്. എന്തായാലും അടുത്തതായിട്ടൊരു സംഗതി പറയുന്നത് ലീഡർഷിപ്പുകളാണ്, ഓർഗനൈസേഷണൽ ഇഷ്യൂസുകൾ, ഒരു മാസ് ലീഡേഴ്സൊക്കെയാണ്. അതായത് BJP-യുടെ ഒരു വലിയ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ BJP-ക്ക് മുന്നോട്ട് വയ്ക്കാനുള്ള ഒരു ഫേസ് ഒന്നുമില്ല. എന്നാൽ ഡീപ്പ് റൂട്ടഡ് ആയിട്ട് ഇപ്പോൾ അവർ വളരെ ഈസി ആയിട്ട് ഈ മാമാങ്കവും മറ്റൊക്കെ നടത്തുന്നത് പോലെ ഇവിടെ ഡീപ്പ് റൂട്ടായിട്ട് ഹിന്ദുക്കളെ ഏകീകരിക്കുക എന്നുള്ള ലക്ഷ്യമാണെന്നുള്ളത് രാഷ്ട്രീയപരമായിട്ട് ഈ പരിപാടിയൊക്കെ നോക്കിക്കാണുന്ന ആർക്കും മനസ്സിലാക്കും. കാരണം ഹിന്ദുക്കളെ ഏകീകരിക്കുക, അതിനെ ഈ സാംസ്കാരികപരമായിട്ട് വിശ്വാസപരമായിട്ട് ഏകീകരിക്കുക, ഒറ്റ സ്ഥലത്തേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യം ഇവർക്ക് ഇതിൻ്റെ പുറകിൽ ഉണ്ട് എന്നുള്ളതാണ്. അത് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. എന്നാൽ ഇവർക്ക് മുന്നോട്ട് വയ്ക്കാവുന്ന ഒരു ഫേസ് ഇല്ല. ഉള്ള ഫേസുകളൊക്കെ ഭയങ്കര ബോറായി കഴിഞ്ഞു. സുരേന്ദ്രൻ അടക്കം ഒരു ഫണ്ണി ക്യാരക്ടറായിട്ടൊക്കെ മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മുന്നോട്ട് വയ്ക്കാൻ ഫേസ് ഇല്ല. ഇവരെന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഏകദേശം നാട്ടുകാർക്ക് അറിയാം. നോക്കൂ, നമ്മുടെ മനുഷ്യ ജീവിതത്തെ ബാധിക്കുന്ന ഒരു വിഷയത്തിൽ ഇവരിടപെടില്ല. ശ്രദ്ധിച്ചാൽ മതി. മനുഷ്യ ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന ഒരു വിഷയത്തിൽ ഇടപെടില്ല. വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ ഇവരിടപെടലൊന്നുമില്ല. നമ്മുടെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ, സ്കൂളിൻ്റെ വികസനത്തിൻ്റെ കാര്യത്തിൽ ഒന്നും ഇവരിടപെടില്ല. എന്നാൽ അതേസമയം തന്നെ ഇവരിടപെടുക അയ്യപ്പൻ്റെ കാര്യത്തിൽ, അമ്പലത്തിൻ്റെ കാര്യത്തിൽ, വിശ്വാസികളുടെ കാര്യത്തിൽ, ഇങ്ങനെയുള്ള അവർക്ക് ഇടപെടേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊക്കെയാണ് അവരുടെ സുവർണാവസരം. ആ സുവർണാവസരം തേടി നടക്കാണ് സുരേന്ദ്രൻ കൂട്ടുകാരൊക്കെ ഉള്ളത്. പക്ഷേ ഇങ്ങനെയൊക്കെ കെട്ടുറപ്പോട് കൂടി നിൽക്കുന്ന ഈ ഒരു കേരളത്തെ നശിപ്പിച്ച് ഇല്ലാണ്ടാക്കിയിട്ട് വേണം അവർക്ക് അങ്ങനത്തെ ഒരു ഭരണത്തിലേക്ക് എത്താൻ. അത് അത്ര എളുപ്പമല്ല എന്നാണ് എനിക്ക് തോന്നിപ്പോകുന്നത്. സുരേന്ദ്രനും അതറിയാം. ബൈ.